ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനും കൂടെ അവസാനം നയനയോട് ചോദിക്കുകയാണ്, എന്താ മോളെ ആരോടും പറയാതെ നീ എങ്ങോട്ടേക്ക് ഇന്നലെ രാത്രി പോയതെന്ന്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മൂർത്തി ആ ചോദ്യത്തിന് തടയുന്നുണ്ട്. ഗോവിന്ദനും കനകയും പറഞ്ഞത് ശരിയാണ്. ആരോടും പറയാതെ, അതായത് സത്യമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിനോ മോളൊന്നും ചെയ്യില്ല. മോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടും പറയാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. അതുകൊണ്ട് ഇനി ആരും മോളെ ചോദ്യം ചെയ്യേണ്ട. ആ ഒരു കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹവും വേണ്ട. അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാരണം അറിയണമല്ലോ. ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഭഗവാനെ എന്തായിരിക്കും ഇവള് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് പറയാണ്, മോൾ ഇന്നലെ രാത്രി മുതൽ അലിഞ്ഞു തിരിഞ്ഞ് അമ്പലനടയിൽ വന്നിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് കുളിച്ച് വേഷമൊക്കെ മാറ്. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, നയനമോളെ ഞങ്ങൾ ഇറങ്ങുക, ഇനി മോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. എവിടേക്കെങ്കിലും പോകണമെന്ന് തോന്നിയാ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് മോളെ കൊണ്ടുപോയിക്കോളാം. ഗോവിന്ദനും പറയുന്നുണ്ട്, അത് എത്ര തവണ പറഞ്ഞതാ മോളെ, പിന്നെ എന്താ മോളത് അനുസരിക്കാത്തത്. ഞങ്ങൾ പോയിട്ട് വരാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും യാത്രയാവുകയാണ്. അവർ പോയതിന് പിന്നാലെ തന്നെ ജലജ പറയുന്നുണ്ട്, ഇവന്മാർ രണ്ടുപേരും ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം ഈ വീടിൻ്റെ നാശം തുടങ്ങി. അതിൻ്റെ കൂടെ ആ പോയ രണ്ടെണ്ണം കൂടി കയറി വന്നാലുണ്ടല്ലോ, പിന്നെ മനസ്സമാധാനം കിട്ടില്ല. ഇതൊക്കെ കറുത്ത വാവിനായിരിക്കും ജനിച്ചത്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, അവരല്ല കറുത്ത വാവിന് ജനിച്ചത്, നീയാ. അപ്പം ജലജ ഇങ്ങനെ അച്ഛനെ നോക്കുകയാണ്. അതെ, കറുത്ത വാവിന് ജനിച്ചവന്മാർ കള്ളന്മാരാവെന്ന് പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷെ അത് ശരിയാവണമെന്നില്ല. പക്ഷെ നിൻ്റെ കാര്യത്തിൽ അത് തെറ്റായിട്ടില്ല. അഭിക്കും നാണക്കേട് തോന്നുകയാണ് മുത്തശ്ശൻ അങ്ങനെ പറയുന്ന സമയത്ത്. അപ്പോൾ ആരെയും വകവെക്കാതെ മൂർത്തി പറയുന്നുണ്ട്, മോള് ചെല്ലു മോളെ. അതിനുശേഷം അയാൾ ആദർശനോട് പറയാണ്, നോക്ക്, ഇനി ഇതിൻ്റെ പേരിൽ മോളെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അവളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഞാനും ഇയാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് നീ വിശ്വസിച്ചോളണം. ആദർശനെ താക്കീത് ചെയ്തുകൊണ്ട് അയാൾ പറയുകയാണ്. അപ്പം മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഈ വീടെന്താ ഇങ്ങനെ ആയതെന്നാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയാണ്, അത് ആലോചിക്കാനൊന്നും ഇല്ലമ്മേ, 2 മരുമക്കൾ വീട്ടിനകത്തേക്ക് കയറി, അതോടെ ഈ വീടിൻ്റെ താളം തെറ്റി, കോലവും മാറി. അപ്പം മൂർത്തി പറയുന്നുണ്ട്, ആ മരുമക്കൾമാരെ അംഗീകരിക്കാൻ അമ്മായിയമ്മമാരായ നിനക്കും ഇവൾക്കും കഴിയുന്നില്ലല്ലോ. അവിടെയാണ് ഈ വീടിൻ്റെ താളം തെറ്റിയത്, അല്ലാതെ കയറി വന്ന മരുമക്കൾക്കല്ല. അതും പറഞ്ഞ് ദേഷ്യത്തോടെ മൂർത്തി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പറയുന്നതാണ് സത്യം, അത് മനസ്സിലാക്കി നീ ഒന്ന് കുറച്ച് ഒതുങ്ങണം ദേവേ. അല്ലെങ്കിൽ അന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, തറവാട് വെട്ടിക്കീറി എല്ലാവർക്കും പല വഴിക്ക് പോവേണ്ടി വരും, പറഞ്ഞില്ലെന്ന് വേണ്ട. അത് കേൾക്കുന്ന സമയത്ത് ദേവയാനി ഒന്നുകൂടെ ഒന്ന് അടങ്ങുകയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയിൽ. നവ്യക്കാണെങ്കിലും ടെൻഷനാണ്. തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇതൊന്നും അറിയാതെ ഒരുത്തി കിടന്ന് ഉറങ്ങുക. അവൾ എഴുന്നേൽക്ക് 8:30 മണിയാവില്ലേ കനകെ, അല്ലെങ്കിൽ തന്നെ ഇന്നലെ തലവേദനയാണെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ കിടന്ന് ഉറങ്ങിയത്. ഏതായാലും സമാധാനമായി. അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട്, കാര്യം അറിയാതെ നമ്മൾ അവരെയൊന്നും കുറ്റപ്പെടുത്തിയത് ഒട്ടും ശരിയായില്ല. അപ്പോൾ കനക സങ്കടത്തോടെ പറയും, പിന്നെ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ, മക്കളെ കാണാതായെന്ന് പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛനമ്മമാരും അങ്ങനെയൊക്കെ സംസാരിക്കൂ. പിന്നെ ആദർശ മോനുമായിട്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അമ്മോൻ പറഞ്ഞത്, പിന്നെ നമ്മളതെങ്ങനെ വിശ്വസിക്കും. ഗോവിന്ദനും പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ മോളെ അവിടെയുള്ളവർ വിഷമിപ്പിക്കുമോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആദർശും നയനയും തമ്മിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നമ്മളൊക്കെ കരുതുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാതെ ഗോവിന്ദേട്ടാ, അങ്ങനെയല്ല കനകെ. അവിടെ ആ വീടിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മുത്തശ്ശനുണ്ട്, ഒരു മുത്തശ്ശിയുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആദർശിൻ്റെ അമ്മ കൂടുതൽ അധികാരം കാണിച്ചേനെ. അപ്പോഴും കനക പറയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആദർശ് മോനിപ്പം നയന മോളെന്ന് വെച്ചാൽ ജീവനാ. അതുകൊണ്ടല്ലേ പലപ്പോഴും ജീവൻ പണയപ്പെടുത്തി അവളോടൊപ്പം നിൽക്കുന്നത്. അതൊന്നും കാണാതെ പോവരുത്. ഞാൻ പോയി നന്ദുവിനെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് അവരവിടുന്ന് പോവാണ്. കുളിച്ചു മാറ്റി ഹാളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നയനയുടെ അടുത്തേക്കാണ് ആദർശ് വരുന്നത്. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ ശരിക്കും നീ എവിടേക്കാണ് പോയത്. അപ്പം നയന പത്രം മടക്കി വെക്കുകയാണ്. അല്ല, ഇന്നലെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിന്നെ കണ്ടില്ലല്ലോ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. എൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി കിട്ടണേന്ന് ഞാൻ ദൈവത്തോട് പറയായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല ആ സമയത്ത് നട അടഞ്ഞു കിടക്കുകയായിരുന്നല്ലോ, അടഞ്ഞ നടയിലേക്ക് നോക്കി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ. അപ്പം നയന കളിയാക്കിക്കൊണ്ട് പറയും, തുറന്ന നടയിൽ നോക്കി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവങ്ങൾ വിളി കേൾക്കുന്നില്ല, അതുകൊണ്ട് അടഞ്ഞ നടയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത്. ദൈവങ്ങൾക്ക് എവിടെ ഇരുന്നാലും വിളി കേൾക്കാലോ. അതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ ആദർശ് ചോദിക്കും, ശരിക്കും നീ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്താ പറഞ്ഞത്. അതെ, അവരോട് പോയി ചോദിച്ചൂടെ, അവർ പറയൂലേ. അത് അവർ പറയാത്തത് കൊണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. എങ്കിലേ എനിക്കും പറയാൻ മനസ്സില്ല. അതിന് നീ എന്തിനാ ചൂടാവുന്നേ. ചൂടാവാതെ പിന്നെ, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിനിടയ്ക്ക് വീണ്ടും ഇങ്ങനെ ശല്യം ചെയ്യാൻ വന്നാൽ നീ ഇതുവരെ ഈ വീട് വിട്ട് പോയതിൻ്റെ കാരണം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനേ നിൻ്റെ ഭർത്താവാ. അങ്ങനെയുള്ളപ്പോൾ ഒരു ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പം നയന കളിയായിക്കൊണ്ട് ഇങ്ങനെ സ്വയം പറയാണ്, അത് ഭർത്താവിനല്ലേ എന്താ. അപ്പം നയന ആദർശന നേരെ തിരിഞ്ഞിട്ട് പറയും, പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലേ വ്യക്തമായിട്ട് പറയാം. ഭർത്താക്കന്മാരോടാ ഭാര്യമാരെല്ലാം തുറന്നു പറയേണ്ടത്, അല്ലാത്തവരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓഹോ, അപ്പം എന്നെ ഭർത്താവായിട്ട് നിനക്ക് തോന്നുന്നില്ല അല്ലേ.
ഭാര്യയെ ഭാര്യയായിട്ട് കാണാത്ത ഒരാളെ എന്തിനാ ഒരു പെൺകുട്ടി ഭർത്താവായി കാണുന്നേ? നിന്റെ മനസ്സ് ശരിക്കും എന്താ? നീ ഇന്നലെ അമ്പലത്തിൽ തന്നെയാണോ ശരിക്കും പോയത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതേപോലെ വീട് വിട്ട് പോയാൽ നിന്നെ വിളിക്കാൻ ഇവിടുന്ന് ആരും വരില്ല. ശരി വരണ്ട, എന്നാൽ ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ് നയന പിന്തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോഴേക്കും ആദർശ് കയ്യിൽ പിടിക്കുകയാണ്. നിൽക്ക്, കൈവിട്. എന്താ? കൈവിടാൻ ഞാൻ ഇവിടുന്ന് പോവാ, ഇനി എന്നെ തിരികെ വിളിക്കേണ്ട. അപ്പോൾ ആദർശ് മാപ്പ് പോലെ പറയും, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. നീ ഇന്നലെ അമ്പലത്തിൽ പോയി ഇരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എത്ര ശല്യം ചെയ്താലും അത് ഞാൻ പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലതല്ലേ, എന്തിനാ ഇത്ര വാശി? അത് എന്നോട് പറഞ്ഞാൽ എന്താ? ആദർശ് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ടോ? എല്ലാം എന്നെ അറിയിക്കാറുണ്ടോ? കൂടുതൽ തർക്കത്തിനൊന്നും ഞാനില്ല, കൂടുതൽ സംസാരത്തിനും ഞാനില്ല എന്ന് പറഞ്ഞ് നയന അവിടുന്ന് പോവാണ്. അപ്പോൾ ഒരു മറുപടിയും പറയാൻ പറ്റാതെ ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. നയന പോയതിനു ശേഷം ആദർശ് ചിന്തിക്കുകയാണ്, ഇവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് അറിഞ്ഞേ പറ്റൂ. ജാനകി മുകളിലേക്ക് വന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകി ജോത്സ്യരെ വിളിച്ചൊന്ന് പ്രശ്നം വെക്കണമല്ലോ, എന്തെങ്കിലും അതൃപ്തിയുണ്ടോ കുടുംബദേവതകൾക്കെന്ന് അറിയണം. കുടുംബത്തിൽ ഇതുപോലെ ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങൾ വരികയല്ലേ, അങ്ങനെയെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടേ പറ്റൂ. അത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വന്നത്. അവർ പറയുന്നുണ്ട്, കുടുംബദേവതകൾക്ക് ഒരു അതൃപ്തിയില്ല, ഈ വീട്ടിലേക്ക് വന്ന 2 മരുമക്കൾക്കാ കുഴപ്പം. ഒരുത്തിയാണെങ്കിൽ ഏതു നേരം കോലം വരക്കലും പൂജാമുറിയായിട്ട് നടക്കലാ. മനസ്സ് നന്നായിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ മുത്തശ്ശി പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ മരുമകളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണ്ടേ? ഓ അതൊന്നും വേണ്ടമ്മേ, ഇനിയിപ്പോൾ 7-ാം മാസം അവളെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ് നടത്തിയാൽ മതി. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ വളകാപ്പ് ചടങ്ങ് നടത്തിയിട്ടുണ്ട്, പിന്നെ നിന്റെ മരുമകളുടെ കാര്യത്തിൽ മാത്രം അത് വേണ്ടാന്ന് പറയുന്നത് എന്തിനാ? അപ്പോഴേക്ക് ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ്. ജലജ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നവ്യയുടെ വളകാപ്പ് ചടങ്ങ് നടത്തണം എന്നാണോ അമ്മ പറയുന്നത്? അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അതിനെന്താ തെറ്റ്, അത് വേണ്ടേ? മുത്തശ്ശി പറയാണ്, നവ്യയുടെ അച്ഛനോടും അമ്മയോടും വിളിച്ച് വിവരം പറയണം. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞാ, അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും വരുത്താൻ പാടില്ല. മുത്തശ്ശി പറയുന്നുണ്ട്. ജലജ പറയാണ്, അവൾക്ക് ഇത്തരം കാര്യത്തിലൊന്നും വലിയൊരു താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ അവൾക്ക് താല്പര്യമുണ്ടോയെന്ന്, അല്ലാതെ ഇത്തരം എല്ലാ കാര്യത്തിലും നീ തന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ മോള് വന്നല്ലോ. മോളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണം, ഇപ്പോൾ തന്നെ മോളുടെ അച്ഛനെയും അമ്മയും വിളിച്ച് വിവരം പറയണം. അതേസമയം നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, അടുത്ത കുരിശാണല്ലോ, ഇതിപ്പോൾ ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ ചടങ്ങൊക്കെ നടത്താൻ തീരുമാനിക്കുന്നത്. എന്താ മോളൊന്നും പറയാത്തേ? മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഞാനെന്ത് പറയാനാ മുത്തശ്ശി? അപ്പോൾ ജലജയും പറയും, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ നവ്യ പറയും, താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്, എത്രയും പെട്ടെന്ന് മോളുടെ വീട്ടുകാരെ വിവരം അറിയിച്ച് ആ ചടങ്ങ് നടത്തണം. ഞാൻ നയന മോളോടൊന്ന് സംസാരിക്കാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ, എന്നിട്ട് പിന്നെന്താ നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തേ? ഏയ് ഒന്നുമില്ല, അത് എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ, അതേപ്പറ്റി ആലോചിച്ചപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇവിടെ ആർക്കും ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മോളും മോളുടെ വീട്ടുകാർ അതൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ എൻ്റെയും മുത്തശ്ശൻ്റെയും തീരുമാനമാണ്, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ നവ്യ അവർ കാണുക ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോഴേക്കന്നെ നവ്യക്ക് അടുത്ത ടെൻഷൻ തുടങ്ങുന്നുണ്ട്. ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മുത്തശ്ശ, മുത്തശ്ശനൊരു വിഷമം? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് മോൻ്റെ മുത്തശ്ശിയോട്. മുത്തശ്ശിക്ക് ഞാനൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഞാനത് മാറ്റുകയില്ല, അത് ഭാര്യയ്ക്ക് കൊടുക്കുന്ന വാക്ക്. എൻ്റെ അച്ഛനും മുത്തശ്ശനും ജീവിച്ചിരുന്ന കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു, അവർക്കും കൊടുത്തിരുന്ന വാക്ക് ഞാൻ തെറ്റിച്ചിരുന്നില്ല. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി മുത്തശ്ശൻ എന്തെങ്കിലും അറിഞ്ഞോ? അല്ല മുത്തശ്ശ, ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ എന്താ കാരണം? ഞാൻ അങ്ങനെ എന്തെങ്കിലും വാക്ക് തന്നിട്ട് തെറ്റിച്ചിട്ടുണ്ടോ? അപ്പോൾ അയാൾ അതിന് മറുപടി പറയാതെ പറയാണ്, ഞാൻ ഈ ബുക്ക് വായിക്കുകയായിരുന്നു, അതിനകത്ത് ഒരച്ഛന് മകൻ കൊടുക്കുന്ന വാക്ക് തെറ്റിക്കുന്ന ഒരു രംഗമുണ്ട്. മരുമകളെ അച്ഛന് വലിയ സ്നേഹമായിരുന്നു, എന്നാൽ മകനും മരുമകളും തമ്മിലൊരു വഴക്കുണ്ടായപ്പോൾ മകൻ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായി. എന്നാൽ അച്ഛനെ സ്നേഹിക്കുന്ന മകന് ഒരിക്കലും ഭാര്യയെ വിട്ടുകളയില്ലെന്ന് അച്ഛന് വാക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വാക്ക് കൊടുത്തിട്ട് ഒരു സമയത്ത് സത്യലംഘനം നടത്തി ആ മകൻ. ഇത് കഥയിലെ കാര്യം. ഇതുപോലെ തന്നെ നിത്യജീവിതത്തിലും സംഭവിക്കാറില്ലേ മോനെ? പെട്ടെന്ന് പതറിക്കൊണ്ട് ആദർശ് പറയാണ്, ആ സംഭവിക്കാറുണ്ട് മുത്തശ്ശ. അങ്ങനെ സംഭവിക്കുന്നത് വീട്ടിലെ കാരണന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ വാക്കിൽ സത്യമുണ്ടാവണം, നമ്മുടെ പ്രവൃത്തിയിലും. ശരിക്കു പറഞ്ഞാൽ അതുതന്നെയാണ് ദൈവം. എന്നിട്ട് പ്രപഞ്ചശക്തികളോട് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇക്കണക്കിന് ഞാൻ മുത്തശ്ശന് കൊടുത്ത വാക്ക് തെറ്റിച്ചു എന്നറിഞ്ഞാൽ മുത്തശ്ശനത് സഹിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് മുത്തശ്ശൻ ഇത് ഈ പറയുന്നതൊന്നും ആദർശന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആദർശ് ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ എഴുന്നേറ്റ് ചെന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, ചോദിക്കുകയാണ്, മോൻ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല മുത്തശ്ശ, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാലും ലോകത്തിലെ സർവ്വസുഖങ്ങളും അനുഭവിച്ചാലും കുടുംബജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ, ഭാര്യയുമായിട്ടുള്ള ദാമ്പത്യം സന്തോഷപൂർണ്ണമല്ലെങ്കിൽ ആ ജീവിതം 100% പരാജയമാണെന്നേ മുത്തശ്ശൻ പറയൂ. ലോകം കീഴടക്കിയിട്ട് കാര്യമില്ല, പണത്തിന് മുകളിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് കാര്യവുമില്ല. ഭാര്യ, മക്കൾ, കുടുംബം
അത് നന്നായിട്ട് കൊണ്ടുപോകുന്നവന് മാത്രമേ ആത്യന്തികം സന്തോഷം കിട്ടൂ. അവനെ ജീവിത വിജയം നേടിയെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ നയനയായിട്ട് നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മുത്തശ്ശ. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കൊന്നുമില്ല, ഇടയ്ക്ക് സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതില്ലാത്തൊരു ജീവിതമില്ല. സൗന്ദര്യപ്പിണക്കവും അത് കഴിഞ്ഞുള്ള ഒത്തുകൂടലും അതൊക്കെ ഒരു രസം തന്നെയാണ്. എന്നാൽ ആ പിണക്കം ഒരുപാട് കാലം നീണ്ടുപോകാൻ പാടില്ല. മനസ്സുനൊന്ന് ഒരു ഭാര്യ കരയാൻ പാടില്ല. ഒന്നും മനസ്സിലാത്ത മട്ടിൽ ആദർശ് വീണ്ടും ചോദിക്കുകയാണ്, അല്ല എന്തുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ ഇടയ്ക്ക് വീട് വിട്ടു പോയിരുന്നു. അതിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല. അവൾ അമ്പലനടയിൽ പോയിരുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്നാണ് പറഞ്ഞത്. എങ്കിലും രാത്രിയിൽ അവൾ എന്തിനു വേണ്ടി അങ്ങോട്ടേക്ക് പോയതെന്നറിയില്ല. അതിൻ്റെ കാരണവും വ്യക്തമല്ല. അപ്പോൾ അതിനൊന്നും മറുപടി പറയാതെ മൂർത്തി തിരിച്ചു ചോദിക്കുന്നുണ്ട്, എനിക്ക് മോനൊരു വാക്ക് തന്നിരുന്നു, അതെൻ്റെ കാലശേഷം കാലഹരണപ്പെട്ടു പോകുമോ? ആദർശനത് മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അയാൾ തെളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എൻ്റെ കാലശേഷം നേനെ മോളെ വിട്ട് കളയുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദർശ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ മുത്തശ്ശ? വെറുതെ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നേന എന്നും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും, ജീവിതകാലം മുഴുവനും. അതും പറഞ്ഞ് മുത്തശ്ശനെ കൂടുതൽ നേരം ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ആദർശ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നവ്യയുടെ വളകാപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബാക്കിയുള്ള സ്ത്രീജനങ്ങളെല്ലാം കൂടെ. അപ്പം ജലജ പറയുന്നുണ്ട്, വളകാപ്പിനെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് അധികം ബന്ധുജനങ്ങളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, എന്ന് വെച്ച് നയനമോളുടെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയൊക്കെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ജലജ പുച്ഛത്തോടെ പറയും, അവരെ വിളിച്ചിട്ട് എന്തിനാ? അപ്പോഴേക്കും നയന അതുവഴി ഇറങ്ങി വരുന്ന കണ്ടപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അമ്മേ നയനമോൾ വരുന്നുണ്ട്. നയന അടുത്തേക്ക് വന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നവ്യ മോളുടെ വളകാപ്പ് ചടങ്ങിന് മോളുടെ അച്ഛനും അമ്മയും ഞാൻ തന്നെ വിളിച്ചോളാം, അതിനി നേരിട്ട് പോയി വിളിക്കണം എന്നുണ്ടോ? പക്ഷേ നയന മറുപടി പറയുന്നത്, അങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ട ആവശ്യമുണ്ടോ മുത്തശ്ശി? അപ്പം മുത്തശ്ശിക്കും ജാനകിക്കൊക്കെ ഒരുപാട് സങ്കടമാവാണ്. കൊള്ളാം, മോളിത് സന്തോഷത്തോടെ കേൾക്കുന്ന വിചാരിച്ചത്, ഇതിപ്പോൾ മോള് നവ്യ മോളുടെ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണല്ലോ, ജാനകി പറയുന്നുണ്ട്. അപ്പം ജലജയം പറയും, നോക്ക് അവൾക്ക് പോലും താല്പര്യമില്ല, പിന്നെ എന്തിനാ നടത്തുന്നത്? അപ്പം മുത്തശ്ശി ചോദിക്കുക, എന്താ മോൾ അങ്ങനെയൊക്കെ ചോദിച്ചേ? ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, നവ്യ ഇങ്ങനെ സങ്കടത്തോടെ മനസ്സിൽ വിചാരിക്കുകയാണ്. കൂടുതലൊന്നും ആലോചിക്കേണ്ട, നടക്കേണ്ട ചടങ്ങുകളൊക്കെ നടന്നേ പറ്റൂ, അത് എൻ്റെയും മുത്തശ്ശൻ്റെയും തീരുമാനമാണ്. അപ്പം നയന പറയുന്നുണ്ട്, ശരി എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ മുത്തശ്ശി. അപ്പോഴേക്കും നയന അടുക്കളയിലേക്ക് പോവാണ് അത് പറഞ്ഞിട്ട്. അപ്പോഴേക്കും സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ആദർശ് വരുന്നുണ്ടായിരുന്നു. അപ്പം നയന ആദർശിനെ മൈൻഡാക്കാണ്ടാണ് അടുക്കളയിലേക്ക് പോകുന്നത്. അപ്പോൾ ആദർശും പിന്നാലെ തന്നെ നയനക്കൊപ്പം അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ജലജ കളിയാക്കിക്കൊണ്ട് പറയും, ദേ പോകുന്നു, ഇത്രയും നേരം അവൾക്കൊപ്പം ബെഡ്റൂമിലായിരുന്നു, എന്നിട്ടും അവളെ വെറുതെ വിടുന്നില്ല, ഇപ്പോൾ അടുക്കളയിലേക്കും അവൾക്കൊപ്പം പോവുകയാണ്. എന്നാൽ ഇവിടെ ഏട്ടത്തി ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടത്തിയുടെ അടുത്ത് വന്ന് 2 വാക്ക് സംസാരിക്കുക, അതില്ല. അപ്പോൾ ജാനകി പറയാണ്, നീ ഏട്ടത്തിയോട് ഏഷണി പറയുന്ന നേരത്ത് അമ്മയാവാൻ പോകുന്ന മരുമകളെ ശ്രദ്ധിക്ക്, അവൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കാൻ നോക്ക്. ഓ, ഉപദേശിച്ചാൽ നന്നാവുന്ന കുറേ ആൾക്കാർ. അവൾ വളകാപ്പ് നടത്തണോ മുത്തശ്ശി എന്നൊക്കെ വെറുതെ ചോദിച്ചതാ. ഇത്തരം ആഘോഷങ്ങളാണ് അവൾക്കും അവളുടെ വീട്ടുകാർക്കും വലിയ സന്തോഷം. അപ്പോൾ പിന്നെ അടുക്കളയിലേക്ക് തീ പുകയ്ക്കാതെ ഇവിടെ വന്നിട്ട് എന്തോ വല്ലതും കഴിക്കാലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതുപോലെ വില കുറഞ്ഞ സംസാരം പാടില്ല ജലജെ, അവരെന്താ ഭക്ഷണം കാണാതെ കിടക്കുവാണോ? എൻ്റെ മരുമോള് ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ കണ്ടാൽ ആർക്കായാലും അങ്ങനെ തോന്നും. ജലജ കളിയാക്കൊണ്ട് പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നവ്യമോളല്ല നയന, അവൾക്ക് എല്ലാ കാര്യത്തിലും ഒരു കൺട്രോളുണ്ട്, പക്ഷേ അവളുടെ ചേച്ചിക്ക് ഒരു കൺട്രോളും ഇല്ല, അവളുടെ അമ്മയ്ക്കും. ജലജ കളിയാക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, സഹിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ ദേവയാനി മറുപടി ഒന്നും പറയാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ദേഷ്യത്തോടെ. നയന അടുക്കളയിലെത്തിയിട്ട് എന്തോ ജോലിയിലേക്ക് മുഴുകുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ആദർശ് നയന കാണുന്നില്ല. ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിഞ്ഞേ പറ്റൂ. എന്നിട്ട് നേരെ നയനയോട് അത് ചോദിക്കാനെന്ന രൂപത്തിൽ നയനക്ക് അടുത്തേക്ക് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ്. അതിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.